بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الحبيب المحبوب شافي العلل ومفرج الكروب. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഏറ്റവും ഉത്തമമായ ആരോഗ്യ ജീവിതമായിരുന്നു. ആരോഗ്യത്തിന് അവിടുന്ന് നൽകിയ സന്ദേശം വളരെ വിലപ്പെട്ടതാണ്. ആരോഗ്യം നിലനിൽക്കുന്നത് ഭക്ഷണം, പാനീയം, വിശ്രമം, വ്യായാമം, പരിസ്ഥിതി തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചാണ്. മറ്റൊന്ന് മാനസിക ആരോഗ്യവും ആണ്. ഇതിനെല്ലാം റസൂലുള്ളാഹി തങ്ങൾ വളരെ ഉത്തമമായ മാതൃകയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഉറങ്ങാതിരിക്കുമ്പോൾ ശക്തിയുണ്ടാകാൻ, ഉന്മേഷമുണ്ടാകാൻ, ബുദ്ധി പ്രവർത്തിക്കാൻ ഉറക്കം ആവശ്യമാണ്. നബി തങ്ങളുടെ ഉറക്കത്തിൻ്റെ രീതി ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങി അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേൽക്കും. പിന്നെ ഉറങ്ങുകയില്ല. ഇബാദത്തിൽ, ധ്യാനത്തിലുമായി കഴിഞ്ഞുകൂടും. സമൂഹത്തിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. പ്രഭാതത്തോടടുത്ത സമയം അല്പം കിടന്ന് വിശ്രമിക്കും. ഉറങ്ങുകയില്ല. എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകും. അത് ആരോഗ്യത്തിനും ബുദ്ധിക്കും ഹാനികരമാണ്. ഭക്ഷണം കഴിക്കുന്നത് ലളിതമായ രീതിയിൽ. ഹെവി ഫുഡുകൾ വളരെ കുറവാണ്. മാംസ്യാഹാരങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും എല്ലാം നബി തങ്ങൾ കഴിച്ചിരുന്നു. പക്ഷേ വേവിച്ച ഭക്ഷണം ഒരു നേരം കഴിച്ചാൽ അടുത്ത നേരം അത് കഴിക്കുകയില്ല. റോ ഫുഡാണ് തങ്ങൾ കൂടുതൽ കഴിച്ചിരുന്നത്. ഈത്തപ്പഴവും വെള്ളവും. ഈത്തപ്പഴം കുടിച്ചാൽ ഉടനെ വെള്ളം കുടിക്കും. കാരണം അത് ഡെസേർട്ട് ഫ്രൂട്ടാണ്. അപ്പോൾ അത് ഡീഹൈഡ്രേഷൻ നടത്തും. അതിനുവേണ്ടി ഉടനെ വെള്ളം കുടിക്കും. ലളിതമായ ഭക്ഷണം കഴിച്ചാൽ വെള്ളം പെട്ടെന്ന് കുടിക്കുകയില്ല. അതിൻ്റെ ആവശ്യം ഇല്ല. പഴങ്ങൾ ആദ്യം കഴിക്കുക, പിന്നെ ഭക്ഷണം കഴിക്കുക. ആ രീതിയാണ് നബി തങ്ങളുടേതെന്ന് ചില സൂക്തങ്ങളിലൂടെ, ഗവേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തങ്ങളുടെ ഭക്ഷണ രീതി വയറിൻ്റെ 1/3 ഭാഗമേ നിറയ്ക്കാവൂ എന്നുള്ളതാണ്. 1/3 ഭാഗം ഭക്ഷണത്തിനും 1/3 ഭാഗം വെള്ളത്തിനും 1/3 ഭാഗം വായുവിനും വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. അമിതാഹാരം ബുദ്ധിക്കും ശരീരത്തിനും ദോഷം ചെയ്യും എന്ന് പഠിപ്പിച്ചു. ഹലാൽ മാത്രമേ ഭക്ഷിക്കാവൂ. ശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കാവൂ. ആത്മീയമായും ഭൗതികമായും വിശുദ്ധി വേണം. കട്ടെടുത്തതും അപഹരിച്ചതും അങ്ങനെ സമ്പാദിച്ചതൊന്നും കഴിക്കരുത്. നല്ലതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, സുഗന്ധമുള്ളതായിരിക്കണം. ഉള്ളി പോലുള്ള വസ്തുക്കൾ ആരോഗ്യപരമാണ് എങ്കിലും പൊതുസമൂഹത്തിലേക്ക് പോകുന്ന സമയത്ത് അത് കഴിക്കരുത് എന്ന് തങ്ങൾ പഠിപ്പിച്ചു. അത് കഴിച്ചാൽ വായ മിസ്വാക്ക് ചെയ്ത് വൃത്തിയാക്കി ദുർഗന്ധമകറ്റിയതിനു ശേഷം മാത്രമേ ജനങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. മസ്ജിദിൽ പോലും അത്തരം ആളുകൾ വരികയാണെങ്കിൽ അവരെ തടഞ്ഞു വയ്ക്കണം എന്ന അധികാരം കമ്മിറ്റിക്കാർക്ക് നബി തങ്ങൾ കൊടുത്തു. നല്ല വായു ജീവിതത്തിന് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഗ്രീനറിയെ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. പരിസ്ഥിതി മലിനീകരണത്തെ പൂർണ്ണമായും നിരോധിച്ചു. വേസ്റ്റുകൾ സെഗ്രിഗേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം നബി തങ്ങൾ പഠിപ്പിച്ചു. മലവും മൂത്രവും അത് മറ്റു വേസ്റ്റ് വാട്ടറുമായി കൂട്ടിക്കലർത്താൻ പാടില്ല. അത് വേറെ തന്നെ സംസ്കരിക്കണം. സാധാരണ ശുചീകരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന അമിതമാലിന്യമില്ലാത്ത വെള്ളങ്ങൾ അത് വേറെ പൈപ്പിലൂടെ വേറെ ഒരു ടാങ്കിലേക്ക് പോകണം. നഖവും മുടിയും രക്തവും പ്ലാസൻ്റയും മെനിസ്ട്രൽ വേസ്റ്റസും ഇതുപോലെയുള്ള 10 തരം വേസ്റ്റുകൾ അത് മണ്ണിൽ കുഴിച്ചിടണം. ഇങ്ങനെ വേസ്റ്റുകളെ വേറിട്ട് മാനേജ് ചെയ്യുന്ന രീതി അന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. പരിസ്ഥിതിയെ സംരക്ഷിക്കണം, ബയോഡൈവേഴ്സിറ്റി കാത്തുസൂക്ഷിക്കണം. ഇങ്ങനെയുള്ള സന്ദേശങ്ങളിലൂടെ ഒരു സുന്ദരമായ ആരോഗ്യ ജീവിതത്തെ അവിടുന്ന് പഠിപ്പിച്ചു. ഇടയ്ക്കിടെ ചെരുപ്പിടാതെ മണ്ണിലൂടെ നടക്കും. ക്ഷീണം വന്നാൽ എന്തു ചെയ്യണം? സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വേഗം നടക്കുക, അതിവേഗം നടക്കുക, എങ്കിൽ നിങ്ങളുടെ ക്ഷീണം മാറും. ക്ഷീണം വന്നാൽ കിടന്നുറങ്ങുകയല്ല വേണ്ടത് എന്നതായിരുന്നു നബി തങ്ങളുടെ അധ്യാപനം. രാത്രി സമയങ്ങളിലെ അർദ്ധരാത്രിക്കു ശേഷമുള്ള ആ ധ്യാനവും ചലനാത്മകമായ പ്രാർത്ഥനകളും മനുഷ്യന് നൽകുന്നത് വളരെ വലിയ ആവേശവും ഉന്മേഷവും ആണ്. അവൻ്റെ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം പറയണം.
ആരെയും ദുഃഖിപ്പിക്കരുത്. ചിലപ്പോഴൊക്കെ തമാശകൾ പറഞ്ഞ് മനസ്സിന് ആനന്ദം കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ പെട്ടതാണ്. ഭാര്യമാരോടുള്ള സഹവാസം, അതുപോലെ കുഞ്ഞുങ്ങളോടും ഉള്ള ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ജീവിതം, വാർദ്ധക്യമുള്ളവരോടുള്ള ആദരവും ഒരു സാമൂഹിക ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ അതിവിശിഷ്ടമായ സന്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. മരുന്നില്ലാത്ത ജീവിതമാണ് വേണ്ടത്. പതിവായി മരുന്ന് കൊടുക്കുന്ന രീതിയല്ല വേണ്ടത്. അത്യാവശ്യത്തിന് വയറിളക്കം, വയറ് സ്തംഭനം, ശ്വാസം മുട്ട്, പനി പോലുള്ള രോഗങ്ങൾക്കൊക്കെ ലളിതമായ ചികിത്സകൾ നിർദ്ദേശിച്ചു. കരിഞ്ജീരകം, തേന്, വെളുത്തുള്ളി, സനാമക്കി പോലുള്ള ചില വസ്തുക്കളുടെ ഉപയോഗം. വളരെ വിശിഷ്ടമായ കൊട്ടം എന്ന് പറയുന്ന ഹുസ്തുൽ ഹിന്ദിനെ വിധങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു. ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി വർഷത്തിൽ 4 തവണയെങ്കിലും ഹിജാമ ചെയ്യുക. ഇടയ്ക്കിടെ ഹിജാമ ചെയ്യുന്നത് നിബിധങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചു. ശരീരത്തിൽ നിന്ന് ദുർരക്തങ്ങൾ എടുത്തു കളയുകയും രക്തം കൂടുതൽ വളരാൻ കാരണമായി തീരുകയും ചെയ്യുന്നു ഹിജാമ എന്ന് ആധുനിക വൈദ്യം സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല്ലു തേക്കുക, മിസ്വാക്ക്. അതിനേറ്റവും ലളിതവും സുന്ദരവും സുഗന്ധപൂരിതവുമായ അറാക്ക് ഉപയോഗിക്കണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരത്തിൻ്റെ പച്ചയായ കൊമ്പ് കൊണ്ട് മിസ്വാക്ക് ചെയ്യണം. ദിവസം 5, 8, 10 തവണ മിസ്വാക്ക് ചെയ്യാൻ സുന്നത്തായി പഠിപ്പിച്ചു. കിടന്നുറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും മരണശയ്യയിൽ പോലും മിസ്വാക്ക് ചെയ്യണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ ഏറ്റവും ചുരുങ്ങിയത് 5 നേരമെങ്കിലും മുഖവും കൈയും കാലും കഴുകുന്ന വുളു എന്ന് പറയുന്ന ഒരു തത്വത്തെ പഠിപ്പിച്ചു. വാ 3 പ്രാവശ്യം കുലുക്കിയൊഴിയണം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അതുപോലെ കൈകൾ മുട്ടുവരെയും കാല് നെരിയാണി വരെയും കഴുകണം. മുഖം, കണ്ണും ചെവിയും മൂക്കും എല്ലാം അടങ്ങുന്ന ആ ഒരു ഭാഗത്തെ കഴുകി വൃത്തിയാക്കണം. ചെവി തുടച്ച് വൃത്തിയാക്കണം. തലയിൽ ഒരല്പമെങ്കിലും വെള്ളം തൊട്ട് സ്പർശിക്കണം. അങ്ങനെയുള്ള വുളു എന്ന് പറയുന്ന ശുചീകരണ രീതി പഠിപ്പിച്ചു. അത് ബാത്തുലായി പോകുന്ന, ശരീരത്തിൽ നിന്ന് വിസർജ്യങ്ങൾ പുറത്തു പോകുന്ന, അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ വീണ്ടും ആവർത്തിച്ച് ശുദ്ധീകരിക്കണം. എപ്പോഴും ശുദ്ധിയായി നടക്കണം എന്നത് തിരുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വലിയ അശുദ്ധികൾ ഉണ്ടാകുമ്പോൾ ശരീരം മുഴുവനും വെള്ളമൊഴിച്ച് കഴുകണം എന്ന് പഠിപ്പിച്ചു. കുളി നിർബന്ധമാക്കി. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ അടുത്തേക്ക് പോവുക, ജുമുഅ സംഗമത്തിന് പോവുക, മറ്റ് ആരാധനാകർമ്മവുമായി ബന്ധപ്പെട്ട പല സമയങ്ങളിലും, അതുപോലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വിശേഷ ദിവസങ്ങളിൽ ശരീരം മുഴുവനും വെള്ളമൊഴിച്ച് കഴുകുന്ന കുളി പുണ്യമായി പഠിപ്പിച്ചു. ആരോഗ്യം നിലനിർത്തുന്നതിന് മുടികളിൽ, തലയിലും, കൺപുരികങ്ങളിലും, ഇമയിലും, മീശയും താടിയും എല്ലാം എണ്ണയിടാൻ തങ്ങൾ പഠിപ്പിച്ചു. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും എണ്ണ തേക്കുക തങ്ങളുടെ പതിവായിരുന്നു. അത് പുണ്യമായി പഠിപ്പിച്ചു. യാത്രാവേളകളിലെല്ലാം കൂടെ കരുതിയിരുന്നത്, സ്വന്തം കയ്യിൽ ബാഗിൽ എപ്പോഴും കരുതിയിരുന്ന വസ്തുക്കൾ സുറുമയും അത്തറും മിസ്വാക്ക് അഥവാ പല്ലു തേക്കുന്ന മരക്കഷ്ണം, മരക്കൊള്ളിയും, അതുപോലെ 2 തരം ചീർപ്പും കണ്ണാടിയുമായിരുന്നു. ചീർപ്പ് വാർന്നു വെക്കണം. ഇടയ്ക്കിടെ താടി വാർന്നു വയ്ക്കും, തല വാരും. അതിനുവേണ്ടി കൂടുതൽ മുടിയുള്ളവർക്ക് വലിയ പല്ലുകളുള്ള ചീർപ്പും അല്ലാത്ത ആവശ്യത്തിന് ചെറിയ പല്ലുള്ള ചീർപ്പും നിബിധങ്ങളുടെ യാത്രാസഞ്ചിയിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. സൗന്ദര്യം ഭംഗിയായി സൂക്ഷിക്കുന്നതിന് ഒരു കണ്ണാടി എപ്പോഴും ആവശ്യമാണ്. അതും യാത്രയുടെ സഞ്ചിയിലുള്ള ഒരു ഘടകമായിരുന്നു. സുർമ കണ്ണിൻ്റെ ആരോഗ്യത്തിനു വേണ്ടിയാണ്. കണ്ണിൽ പനിനീർ വെള്ളം, ഇളനീർ കുഴമ്പ്, അതുപോലെ പല ഔഷധങ്ങൾ കൊണ്ടും കണ്ണിൽ സുർമയിടാം. ചെറുതേൻ കൊണ്ട് സുർമയിടാം. ഏറ്റവും നല്ല സുർമ അഞ്ജനം കൊണ്ടുണ്ടാക്കുന്നതാണ് എന്നും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. സുഗന്ധം ഉപയോഗിക്കണം. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം മൈലാഞ്ചിപ്പൂവായിരുന്നു. മൈലാഞ്ചിപ്പൂവ്, കൈതപ്പൂവ്, അതുപോലെയുള്ള റോസാപ്പൂക്കൾ, യാസ്മിൻ പൂക്കൾ, ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായ സുഗന്ധങ്ങളാണ് തങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ചെറിയൊരു ഡപ്പിയിൽ തങ്ങൾ ഇത്തരം സുഗന്ധ വസ്തുക്കൾ ഇടുകയും അതിൽ എണ്ണയൊഴിച്ച് വെക്കുകയും ചെയ്യും. അതിളക്കിയിട്ട് പുരട്ടുന്ന രീതി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യത്തിനും മനസ്സിനും നല്ല സുഖകരമായൊരു ജീവിതം നയിക്കുന്നതിന് ഉദാത്തമായ മാതൃകയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇത് മുസ്ലിമിന് മാത്രമല്ല, എല്ലാവർക്കും പകർത്താവുന്ന വലിയ മാതൃകാപരമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വേണ്ടിയും ലോകത്തിന് മുഴുവനും കാരുണ്യമായി അയക്കപ്പെട്ടിട്ടുള്ള തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ഈ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്
ജീവിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ, സൗഭാഗ്യമുണ്ടാകട്ടെ, തൗഫീഖ് ഉണ്ടാകട്ടെ.